കണ്ടൽ ചെടികളുടെ അഴക് ആസ്വദിച്ച് മുട്ടപ്പം വെള്ളത്തിലിറങ്ങി കക്കയും ചിപ്പിയും പെറുക്കി കായലിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കും. കാണുമ്പോൾ ഏറെ അത്ഭുതം തോന്നുമെങ്കിലും ഇത് ആസ്വദിക്കാൻ ഏറെ അകലെയൊന്നും പോകണ്ട. നമ്മുടെ കൊല്ലത്തെ തൃക്കരുവ പഞ്ചായത്തിലെ അഷ്ടമുടി ടൂറിസം സർക്യൂട്ടിലുള്ള പ്രാക്കുളം സാമ്പ്രാണിക്കൊടി തുരുത്തിലാണ് ഈ കാഴ്ച. കോവിഡിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കൊല്ലത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയ ഈ സാമ്പ്രാണിക്കൊടി തുരുത്തിന്റെ കാഴ്ചകളാണ് ട്രാവലീവ് ഇന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലം ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ മാറി പ്രാക്കുളത്തിന്റെ തെക്കേ മുനമ്പായ സാമ്പ്രാണിക്കൊടിയുടെ അടുത്തായിട്ടാണ് സാമ്പ്രാണിക്കൊടി തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തുവാനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 3 ഇടങ്ങളിൽ നിന്നും ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സാമ്പ്രാണിക്കൊടി ജെട്ടി കൂടാതെ കുരീപ്പുഴ ബോട്ട് ജെട്ടി, മണാലി ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ 9 മണി മുതൽ 4:50 വരെ ബോട്ടുകൾ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഒരു ബോട്ടിൽ 8 പേർക്കാണ് പ്രവേശനം. അത് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് 8 പേർ ആയാൽ ബോട്ട് പുറപ്പെടും. ഒരാൾക്ക് 150 രൂപയാണ് ഇവിടേക്ക് അപ്പ് ആൻഡ് ഡൗൺ ചാർജ്. 2.5 മണിക്കൂർ വരെ നമുക്ക് തുരുത്തിൽ ചിലവഴിച്ച് തിരിച്ച് ബോട്ടിൽ തന്നെ മടങ്ങിയെത്താം. DTPCയുടെ ഓൺലൈൻ സൈറ്റ് വഴിയോ നേരിട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ ബൈപ്പാസിലെ കുരീപ്പുഴ പാലത്തിൽ നിന്ന് സാമ്പ്രാണിക്കൊടിയുടെ ആകാശ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. കുരീപ്പുഴ ജെട്ടിയാണ് ബൈപ്പാസിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ഏറ്റവും അടുത്ത മാർഗം. ഇവിടെയുള്ള സെന്റ് ജോസഫ് റോമൻ ചർച്ചിന്റെ പുറകിലായാണ് കുരീപ്പുഴ ജെട്ടി. ബോട്ടിൽ കയറി തുരുത്തിലെത്തിയാൽ DTPC ഉണ്ടാക്കിയ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടികളുണ്ട്. 2 ഏക്കർ പരന്നു കിടക്കുന്ന ദ്വീപിലെ മൺതിട്ട ദേശീയ ജലപാതയ്ക്ക് വേണ്ടി അഷ്ടമുടി കായലിലെ മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുത്ത് കൂട്ടിയിട്ട സ്ഥലമാണ്. പിന്നീട് ഇവിടെ കണ്ടൽ ചെടികൾ വളരുകയും ഇന്ന് കാണുന്ന രീതിയിലാവുകയുമാണ് ചെയ്തത്. ഇന്ന് മഞ്ഞ കണ്ടൽ ഉൾപ്പെടെ 9ഓളം അപൂർവ ഇനം കണ്ടൽ ചെടികളും കക്കയും ചിപ്പിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ തുരുത്ത്. വേലിയേറ്റ സമയത്ത് പോലും മുട്ടിന് താഴെ വെള്ളമാണ് ഇവിടെ ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്ത് അറബിക്കടലും മൺട്രോ തുരുത്തിലേക്കുള്ള വഞ്ചി വീടുകൾ കടന്നു പോകുന്ന അഷ്ടമുടിക്കായലിന്റെ കാഴ്ചയും അതിമനോഹരമാണ്. ഇവിടെ എത്തുന്നവരെല്ലാം കണ്ടൽ ചെടികളുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കലും അവയിൽ കയറിയിരിക്കുവാനുമുള്ള തിരക്കാണ്. പണ്ട് കാലത്ത് ചെറു കപ്പലുകൾ ചരക്ക് കയറ്റുവാനും ഇറക്കുവാനുമായി നങ്കൂരം വിട്ടിരുന്ന സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. ചൈനയിൽ നിന്നും ഇവിടെ വരുന്ന ചെറു കപ്പലുകളെ അക്കാലത്ത് ചാമ്പ്രാണി എന്നാണ് വിളിച്ചിരുന്നത്. ക്രമേണ ഈ ചാമ്പ്രാണി സാമ്പ്രാണിയായി മാറി എന്നാണ് വായ്മൊഴി. സാമ്പ്രാണി എന്ന മരം ധാരാളമായി ഇവിടെ വളർന്നിരുന്നത് കൊണ്ടും സാമ്പ്രാണിക്കൊടി എന്ന പേരുണ്ടായി എന്നും മറ്റൊരു വായ്മൊഴിയുണ്ട്. ദ്വീപിൽ പ്രദേശവാസികൾ നടത്തുന്ന ഭക്ഷണ സ്റ്റാളുകൾ ധാരാളമുണ്ട്. ഉപ്പിലിട്ടവയും ലഘുഭക്ഷണവും പാനീയങ്ങളും എന്നുവേണ്ട അത്യാവശ്യം ഭക്ഷണമെല്ലാം ഇവിടെ തന്നെ ലഭിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെള്ളത്തിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഇവരെ സമ്മതിക്കണം. തുരുത്തിൽ നിന്ന് 100 രൂപ കൊടുത്താൽ വള്ളത്തിൽ സമീപ പ്രദേശത്തെ കാഴ്ചകൾ കാണിക്കുവാനുള്ള വള്ളങ്ങളും ഇവിടെ ധാരാളമായി ഉണ്ട്. കണ്ടൽക്കാരനകത്തൂടെ കൊണ്ടുപോയി 5-6 കിലോമീറ്റർ ദൂരം നമ്മൾ പോകുന്ന ഇതിലും ആഴപ്പുറമാണ്. പോയി കണ്ട് കറങ്ങി ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് 35 മിനിറ്റ് കൂടുതലെടുക്കും. പോയി വന്ന് ഒരാളിന് 100 രൂപ. ഒരാൾക്ക് 100 രൂപ ഇവിടെ വന്നിട്ട് പൈസ മേടിക്കും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ.
കണ്ടൽ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന സഞ്ചാരികളും വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികളും ഫോട്ടോ എടുക്കുവാനുള്ള ഫോട്ടോ പോയിന്റും കച്ചവടക്കാരും ബോട്ടുകളും എന്ന് വേണ്ട എല്ലാം കൂടി ഇവിടെ ഒരു അടിപൊളിയാണ്. ആന്റണിയും പിള്ളാർ സംഘവും വെള്ളത്തിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. ആകപ്പാടെ പല നിറങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് ഈ തുരുത്ത്. അതിനിടയ്ക്ക് കണ്ടൽക്കാടുകളുടെ പച്ച നിറവും അസ്തമന സൂര്യന്റെ കളറും എല്ലാം കൂടെ അടിപൊളിയാണ്. കൊല്ലം ഡയറിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ട്രാവൽ ഈവിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട് ശ്യാം കൃഷ്ണൻ.